ഹായ് ഓൾ, ഈ വീഡിയോയിൽ പത്മനാഭപുരം ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പോയവർക്കൊക്കെ അറിയായിരിക്കും, ഇതൊക്കെ അവിടുത്തെ നോർമൽ കാഴ്ചകളാണ്. കുറേ പഴയ ബിൽഡിങ്ങുകൾ, കുറേ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഇതാണ് ആ ഒരു ടോട്ടലൊരു വ്യൂ നമ്മുടെ വരുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. അതിൻ്റെ ചുറ്റും പഴയ കൊട്ടാരങ്ങളുടെയൊക്കെ ഒരു കുതിരമാളികയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കുതിരമാളികയുടെ ഭാഗമാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറി കാണാൻ പറ്റും. 100 രൂപയാണ് ടിക്കറ്റ്. അതപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പെയിൻറ്റിങ്സ് അവിടുത്തെ ശ്രദ്ധിക്കുന്നത്. കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, വെറൈറ്റി കുറേ പെയിൻറ്റിങ്സ്, പഴയ പെയിൻറ്റിങ്സ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെയിൻറ്റിങ്സ് ആയിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോൾ ഓരോ പെയിൻറ്റിങ്സ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുകയായിരുന്നു. ഓരോന്നിനും ഓരോ തീമാണ്. ഇതൊരു പന്നിയുടെ പെയിൻറ്റിങ്ങാണ്. പിന്നെ ഒരു രാജാവ്. ഇത് കേരളത്തിലെ രാജാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഗിഫ്റ്റ് ചെയ്ത പെയിൻറ്റിങ്സോ അങ്ങനെ വല്ലതും ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ 2 വട്ടം അവിടെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ പെയിൻറ്റിങ്സൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇത് അവിടുത്തെ മേത്തൻമണി എന്ന് പറയുക ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണിത്. ഇത് പണ്ട് വർക്കിംഗ് ആയിരുന്നു. 2 ആട്ടുകുട്ടികൾ വന്ന് താടിക്കാരനെ ഇടിക്കുന്ന ആ രീതിയിലാണ് എൻ്റെ ഒരു പ്രവർത്തനം. ഇപ്പോൾ അത് പ്രവർത്തിക്കാതെ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ആ ഒരു കാഴ്ചകൾ. ഇതിൻ്റെ എല്ലാം കൊത്തുപണികളൊക്കെ കണ്ടില്ല, വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ രസമുണ്ട്. ഇത് നമ്മുടെ കുതിരമാളിക കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്, ആ ഒരു കണ്ട ഭാഗമല്ലേ. ഇത് നമ്മുടെ ആ ഒരു കുളം, പത്മതീർത്ഥം എന്ന് പറയുന്നൊരു കുളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുളത്തിൻ്റെ ഒരു വ്യൂ ആണ്, ഓവറോൾ വ്യൂ ആണിത്. ഇപ്പം നമുക്ക് ആ ഒരു നിധിയുടെ ആ ഒരു ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം കുളത്തിൽ ആരെ ഇറക്കാറൊന്നുമില്ല. ഇത് നമ്മുടെ കുതിരമാളികയിലോട്ടുള്ള എൻട്രൻസ് ആണ് അപ്പോൾ ഞാൻ കാണിച്ചത്. ഇത് നമ്മുടെ അന്നേരം ഇറങ്ങി വരുന്ന വഴിക്കൊരു കച്ചവടക്കാരനെ കണ്ടാണ്. അത് ചുമ്മാ മാക്സ് രസമായിക്കണേ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത് നമ്മുടെ കിഴക്കേക്കോട്ടയാണ്. ആ ഭാഗ്യഭാഗമൊക്കെയാണ് കാണുന്നതൊക്കെ.